കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗളിശാസ്ത്രം എല്ലാവർക്കും അറിയാം അല്ലേ. ഒരുപാട് ശാസ്ത്രങ്ങൾ നമുക്കുണ്ട് അല്ലേ. ജ്യോതിഷതന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, നാഡീശാസ്ത്രം, നാഡീജ്യോതിഷം, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശാസ്ത്രങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രം തന്നെയാണ് ഗൗളിശാസ്ത്രം. ഗൗളിശാസ്ത്ര പ്രകാരം നമുക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഗൗളി മുതലായ ജീവികൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നൊക്കെയാണ് ശാസ്ത്രം പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഓരോ ദിവസവും ഓരോ ദിക്കിലിരുന്ന് ഈ ഗൗളി ചിലച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫലങ്ങളെ പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഗൗളിയെ പോലെ തന്നെ നമുക്ക് ശാസ്ത്രമുണ്ട്. പക്ഷിശാസ്ത്രം എന്ന് പറയും, അത് പഞ്ചപക്ഷി ശാസ്ത്രം എന്ന് പറയും. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിയിക്കപ്പെട്ടുള്ള ശാസ്ത്രങ്ങൾ തന്നെയാണ്. നമുക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള എന്ത് ആപത്തായാലും വഴി തിരിച്ചു വിടാനുള്ളത്, കണ്ണെ കൊള്ളാനുള്ള പുരികത്ത് കൊണ്ടുപോകാൻ ഒക്കെ നമുക്ക് ഈ ലക്ഷണം മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിനെല്ലാം ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമുക്കാദ്യം തന്നെ നമുക്ക് കിഴക്ക് മുതലായ പല ദിക്കുകളിലിരുന്നിട്ട് ഈ പല്ലി ചിലച്ചു കഴിഞ്ഞാലുള്ള ഫലമാണ് പറയാൻ പോകുന്നത്. ഞായറാഴ്ച ദിവസം നമുക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് ഇങ്ങനെയുള്ള ദിക്കുകളിലൊക്കെ ഇരുന്ന് നമുക്ക് ഈ പല്ലി ചിലച്ചു കഴിഞ്ഞാൽ, പല്ലി അല്ലെങ്കിൽ ഗൗളി എന്ന് പറയാം, ചിലച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഭയം, കഷ്ടത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉച്ചവരെ ഉണ്ടാവാൻ, ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങളൊരു മാറ്റം ഉണ്ടാവാൻ, പൊതുവെ സൗഖ്യം ഉണ്ടാവാനായിട്ട്, എന്തെങ്കിലും വീട്ടിൽ അതിഥികൾ വരാനുള്ള അവസ്ഥ, ചെറിയ രീതിയിലുള്ള ശണ്ടകൾ ഉണ്ടാകാനുള്ള അവസ്ഥകളൊക്കെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയുന്നത് ഞായറാഴ്ച തന്നെ നമുക്ക് വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ഒന്നീ ഭൂമിയിൽ അല്ലെ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിൽ എവിടെ വേണമെങ്കിലും ആവാം. നമുക്ക് ആകാശം ഇത്രയും ഭാഗത്തിരുന്ന് നമുക്ക് പല്ല് ചലിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് വസ്ത്രലാഭം, ദ്രവ്യലാഭം, വാർത്താശ്രവണം, നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസ്ഥകൾ, ജയം, കാര്യവിജയം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവയൊക്കെ ചിലച്ചു കഴിഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങൾ ചെറിയൊരു മാറ്റിവെക്കപ്പെടുന്ന അവസ്ഥ അല്ലെ കാര്യനാശമായിട്ട് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് തിങ്കളാഴ്ച ദിവസം കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഇത്രയും ഭാഗത്തിരുന്ന് നമുക്ക് ഈ ഗൗളി ചലച്ചു കഴിഞ്ഞാൽ നമുക്ക് ദ്രവ്യലാഭം ഉണ്ടാവാൻ, ചെറിയ ചില കലഹത ഉണ്ടാവാൻ, ശത്രുക്കളാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യത, വിരോധികൾ കുറച്ചുകൂടെ വിരോധത്തിലാവാനുള്ള അവസ്ഥകൾ, അതുപോലെ നല്ല ആൾക്കാരുമായിട്ട് സംയോജിക്കാനുള്ള അവസ്ഥ, നല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കാനും സഹകരിക്കാനുള്ള അവസ്ഥകൾ, അത് രാജ്യദർശനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളെക്കാട്ടും ഉയർച്ച ആൾക്കാരെ കാണാനുള്ള അവസ്ഥകളൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇതേ ദിവസം തന്നെ നമുക്ക് വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് ദിക്കിലൊക്കെ ഇരുന്ന് പല്ലി ചലച്ചു കഴിഞ്ഞാൽ, അല്ലെ ആകാശത്തോ അല്ലെ ഭൂമിയിലോ ഒക്കെ ഇരുന്ന് ജീവിച്ച് ഈ പല്ലി ചലച്ചു കഴിഞ്ഞാൽ, ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെറസിലാവാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലോർ ഉണ്ടല്ലോ ഫസ്റ്റ് ഫ്ലോറിലാവാം, അല്ലെ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് മുകളിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, മുകളിലിരുന്നോ താഴെ ഇരുന്നോ ഒക്കെ പല്ലി ചലച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവാൻ, എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള വസ്ത്രലാഭം, അന്നലാഭം ഒക്കെ ഉണ്ടാവാൻ, നല്ല വാർത്ത കേൾക്കാൻ, ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാൻ, ദ്രവ്യലാഭം ഉണ്ടാവാനുള്ള അവസ്ഥകളൊക്കെ നമുക്ക് പറയാം. അടുത്തത് നമുക്ക് ചൊവ്വാഴ്ച ദിവസം കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് തെക്കിലേക്ക് ഇരുന്ന് പല്ലി ചലച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവാൻ, ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിലേക്ക് വരാൻ, ചെറിയ രീതിയിലുള്ള വിഷമം നമുക്ക് ഉണ്ടാവാൻ, ശത്രുഭയം ഉണ്ടാവാൻ, നമുക്ക് ആകുലത ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ശത്രുക്കളൊക്കെ അനുകൂലമാകാനുള്ള അവസ്ഥകൾ പറയാം. പിന്നെ നമുക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ആകാശം, ഭൂമിയിലൊക്കെ വരുന്ന നമുക്ക് പല്ലി ചലച്ചു കഴിഞ്ഞാൽ വാർത്താശ്രവണം, ദൂരെ നിന്ന് എന്തെങ്കിലും വാർത്തകൾ ശ്രവിക്കാനുള്ള അവസ്ഥകൾ പറയാം, ശത്രുഭയം പറയാം, വാഹന ലാഭം പറയാം, യാത്രാലാഭം, ദ്രവ്യലാഭം, ഇവയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അടുത്ത നമുക്ക് ബുധനാഴ്ച ദിവസം നമുക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഇരുന്ന് പല്ലി ചലച്ചു കഴിഞ്ഞാൽ സന്തോഷം, ദ്രവ്യലാഭം, ശരീരപീഠ, അതുപോലെ ബന്ധുക്കളെ ആരെങ്കിലും മരണം കേൾക്കാനുള്ള അവസ്ഥകൾ, ഭയം, ഇവയൊക്കെ പറയാവുന്നതാണ്. വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ആകാശം, ഭൂമിയിലൊക്കെ ഇരുന്ന് ചലച്ചു കഴിഞ്ഞാൽ ദ്രവ്യനാശം, ശുഭവാർത്താശ്രവണം, നഷ്ടം, ഒരു ഇഷ്ടവാക്യം ശ്രവണം, ഐശ്വര്യം, ഇവയൊക്കെ പറയാവുന്നതാണ്. അടുത്തത് വ്യാഴാഴ്ച ദിവസം കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ എടുത്ത് പല്ലി ചലച്ചു കഴിഞ്ഞാൽ അശുഭ കാര്യങ്ങളാണ് പറയാനുള്ളത്. ബന്ധുമരണം, ദ്രവ്യനഷ്ടം, അതുപോലെ തന്നെ കാര്യസാധ്യം മുടക്കങ്ങളൊക്കെ ഉണ്ടാവുക, കഷ്ടതകൾ ഉണ്ടാകുന്ന അവസ്ഥകളാണ് വ്യാഴാഴ്ച ദിവസം പറയുന്നത്.
വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ആകാശം, ഭൂമിയിലൊക്കെ വ്യാഴാഴ്ച ഇരുന്ന് പല്ലിയിലച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കേൾക്കാനും ദോഷങ്ങൾ സംഭവിക്കാൻ, എന്നിരുന്നാലും നമുക്ക് ഇഷ്ടമുള്ള ആഹാരം ലഭിക്കാൻ, ചെറിയ രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പറയാം. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാഴ്ച ദിവസം കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഇരുന്ന് നമുക്ക് പല്ലിയിലച്ച് കഴിഞ്ഞാൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ, അലങ്കാര വസ്തുക്കൾ എന്തെങ്കിലും ലഭിക്കാൻ, ബന്ധുക്കളെ കാണാൻ, ഇഷ്ടവാക്യം നമുക്ക് കേൾക്കാൻ, സന്തോഷമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പറയാം. അതുപോലെ തന്നെ നമുക്ക് വെള്ളിയാഴ്ച ദിവസം വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ആകാശം, ഭൂമിയിലൊക്കെ ഇരുന്ന് പല്ലിയിലച്ചാൽ വീട്ടുകാരുമായിട്ട് ചെറിയ കലഹത ഉണ്ടാവാൻ, അതുപോലെ തന്നെ പൊതുവെ സുഹൃത്തുക്കളായിട്ടൊരു കലഹത ഉണ്ടാവാൻ, ശത്രുവിന്മേൽ ജയം ഉണ്ടാവാനായിട്ട്, ദ്രവ്യലാഭം ഉണ്ടാവാനായിട്ട്, പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ള അവസ്ഥകളൊക്കെ നമുക്ക് പറയാം. അടുത്ത നമുക്ക് ശനിയാഴ്ച കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ദിക്കിലൊക്കെ ഇരുന്ന് ഈ പല്ലിയിലച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളെ കാണാനുള്ള അവസ്ഥ, ശുഭവാർത്ത ശ്രവണം നമുക്ക് പറയാം. അതുപോലെ അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അനിഷ്ടം സംഭവിക്കുന്ന അവസ്ഥ നമുക്ക് പറയാം. അതുപോലെ വാസനാദ്രവ്യങ്ങൾ എന്തെങ്കിലും ലഭിക്കാനുള്ള അവസ്ഥകൾ നമുക്ക് പറയാം. നല്ല ആൾക്കാരെ കാണാനുള്ള അവസ്ഥകൾ നമുക്ക് പറയാം. ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള അവസ്ഥ നമുക്ക് പറയാം. വസ്ത്രലാഭം എടുത്തു പറയത്തക്ക ഗുണം തന്നെയാണ്. ശനിയാഴ്ച ദിവസം തന്നെ വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ആകാശം, ഭൂമിയിലൊക്കെ ഇരുന്ന് പല്ലിയിലച്ച് കഴിഞ്ഞാൽ നല്ല വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനുള്ള അവസ്ഥകൾ, നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള കാര്യങ്ങൾ, കള്ളന്മാർ വീട്ടിൽ കയറാനുള്ള അവസ്ഥകൾ, കാര്യനഷ്ടങ്ങൾ ഉണ്ടാവുക, ഉച്ചയ്ക്ക് ശേഷം ക്രമേണ കാര്യസാധ്യം ഉണ്ടാകാനുള്ള അവസ്ഥകൾ ഒക്കെ നമുക്ക് പറയാം. അപ്പം അങ്ങനെ നമുക്ക് ഈ ഗൗളികൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തുമാത്രം അതിനകത്തൊരു കണ്ടൻറ്റുകളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മളോട് നേരിട്ടെന്നാൽ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പറയാതെ പറയാം, ഇന്നത് നിനക്ക് വരാൻ പോകുന്നു എന്ന് നമുക്കത് ആ ഒരു മിണ്ടാപ്രാണിയാണെങ്കിൽ പോലും നമുക്കത് പറഞ്ഞു തരിക. ഒരുപക്ഷെ നമ്മളതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതിനകത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നതൊക്കെ നമുക്ക് ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പം ഈ ഗൗളിശാസ്ത്രപ്രകാരം ഗൗളി ഇരുന്ന് ഓരോ ഇതിലും ചലിച്ച് കഴിഞ്ഞാലുള്ള ഓരോ ഫലങ്ങളെയാണ്. ഒരു ഗൗളിയാണ് മറ്റൊരു ഗൗളിയായിട്ട് അടിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു യാത്ര പോവുക, അപ്പോൾ ആ ഗൗളി ഇടുക, രണ്ട് ഗൗളികൾ പരസ്പരം വഴക്കുണ്ടാക്കുന്ന കണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുന്ന ഇറങ്ങുന്ന കാര്യം തടസ്സമായിരിക്കും, കലഹതയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമുക്ക് വലത്തെ ചെവിയിൽ നമുക്ക് ഗൗളി വീണ് കഴിഞ്ഞാൽ കാര്യലാഭം ഉണ്ടാകുന്നതായിട്ടും, ഇടത്തെ ചെവിയെ ഗൗളി വീണ് കഴിഞ്ഞാൽ കാര്യനഷ്ടം ഉണ്ടാകുന്നതായിട്ടും, നമ്മുടെ കൈ മുതലായ എവിടെയെങ്കിലും അവയവങ്ങളിൽ ഗൗളി വീഴുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചതവ്, മുറിവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള അവസ്ഥ. മുഖത്ത് ഗൗളി കാഷ്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മൾ പറയുന്ന ആരും കേൾക്കുന്നില്ല, നമ്മൾ പറയുന്ന വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒരു കലഹത ഉണ്ടാകുന്ന അവസ്ഥ. തലയിൽ ഗൗളി വീഴുകയാണെങ്കിൽ നമുക്ക് പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാതെ തിരിച്ചു വരുന്ന അവസ്ഥകൾ നമുക്ക് പറയാം. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.